ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റും അതേപോലെ പൈനാപ്പിളും കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. ഇതൊരു ഹൽവ പുഡിംഗ് എന്ന് പറയാം, കാരണം ഹൽവ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഈ പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 2 ക്യാരറ്റും പിന്നെ പൈനാപ്പിൾ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ സൈസ് പൈനാപ്പിൾ അതിന് പകുതി എടുത്തിട്ടുള്ളൂ. ഇതിന് തൊലിയെല്ലാം ചെത്തി മാറ്റിയ ശേഷം പൈനാപ്പിൾ ചെറിയ പീസാക്കി എറിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിൽ നമ്മൾ പൈനാപ്പിൾ ഒരു ശരിയാവത്തില്ല, അതങ്ങ് പൾപ്പായി പോകുമല്ലോ. അപ്പം ചെറിയ പീസാക്കി കിടക്കണം. അതിനുവേണ്ടി കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാൻ വെച്ച ശേഷം അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നെയ്യുടെ ചവ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതേപോലെ പൈനാപ്പിളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് ഈ ക്യാരറ്റും അതേപോലെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാലെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക ചേർക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അതിനാണ് ടേസ്റ്റും കൂടുതൽ കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. പാൽ നന്നായിട്ടൊന്ന് തിളച്ചെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ കലക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന ഏലക്ക എടുത്ത് മാറ്റുവാണ്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കുരുവൊന്നും അതിലേക്ക് കലർന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റി. അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതേപോലെ പൈനാപ്പിളും കൂടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം പാലും അതേപോലെ നമ്മൾ ആ പൈനാപ്പിളും ക്യാരറ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. എന്നിട്ട് ഇത് ചൂടോടെ തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനൊക്കത്തില്ല. പിന്നെ അത് ഉറഞ്ഞു പോകുമല്ലോ, നമ്മൾ കോൺഫ്ലോർ ചേർത്താലേ നന്നായിട്ട് ഉറഞ്ഞു പോകും. അപ്പം ഇതിലിരുന്നങ്ങ് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു സംഭവം തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. നമ്മൾ കേക്കിന് എടുക്കുന്ന പോലെ അത്രയും അങ്ങ് കട്ടിയാവണ്ട, ചെറുതായിട്ടൊന്ന് ലൂസാകുന്ന രീതിയിലാണ് ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ച് നന്നായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്ത പുഡിംഗ് മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു വീഡിയോയിലൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരു ഭാഗത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒരു ഭാഗത്ത് മാത്രമേ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വേണം വിപ്പിംഗ് ക്രീം ആകാൻ വേണ്ടി. അപ്പോൾ ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു പരുവത്തിലായി പോകും. അതല്ല, ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം അതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ബദാമും അതേപോലെ അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചതാണ്, അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നട്ട്സായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പം നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നും. അതിന് വേണ്ടി മാത്രമേ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് 1-2 മണിക്കൂർ ഒന്ന് നന്നായിട്ടും തണുപ്പിക്കാൻ വെക്കണം. അതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക്